ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു ചെറിയ യാത്രാവിശേഷമാണ്. കൊല്ലം ജില്ലയിലുള്ള പൊന്മന കാട്ടിൽമേക്കൽ ക്ഷേത്രത്തിൽ പോയ ദിവസത്തെ പറ്റി കേട്ടോ. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കായലിൻ്റെ കടലിന് ഇടയിലുള്ള ഒരു തുരുത്തിലാണ് കേട്ടോ. നമ്മളിപ്പം വള്ളത്തിലോ അല്ലെങ്കിൽ ജങ്കാർ വഴി കായൽ കടന്നാണ് ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഞങ്ങൾ ജങ്കാറിലാണ് പോയത്. ജങ്കാർ ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് നടക്കണം ക്ഷേത്രത്തിലോട്ട് പോകാൻ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് വശം. സാധാരണ നമ്മൾ പോകുന്ന ടൈമിന് ഭയങ്കര തിരക്കാണ് കേട്ടോ ക്ഷേത്രത്തിൽ. ഞങ്ങൾ പോയതെന്ന് വെച്ചാൽ ഉത്സവത്തിൻ്റെ പിറ്റേ ദിവസം ആയതുകൊണ്ട് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ഷേത്രം നേരത്തെ തന്നെ അടയ്ക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവിടെ പോയി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വലത് സൈഡാണ് റെസീപ്റ്റ് കൗണ്ടർ. പിന്നെ ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്താണ് മണികെട്ടൽ വഴിപാട്, അറിയാമല്ലോ. അപ്പം ഒരു നേർച്ചയൊക്കെ നടത്തുന്ന അവിടാണ്. പൊങ്കാല സ്ഥലവും ഇടത് സൈഡിലാണ് ക്ഷേത്രത്തിൻ്റെ. പിന്നെ നല്ലപോലെ പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഈ മണി കെട്ടുന്ന ഇവിടെയാണ് മണി കെട്ടുന്നത്. അപ്പോൾ മണികെട്ടൽ വഴിപാട് നടത്താൻ ആദ്യമായിട്ടൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ റെസിപ്റ്റ് എഴുതിയിട്ട് ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോഴത്തേക്കും തിരക്കൊന്നുമില്ലാതെ നമുക്ക് വഴിപാട് കഴിച്ച് പോരാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് നമ്മുടെ റെസിപ്റ്റ് കൗണ്ടർ. അവിടുന്ന് റെസിപ്റ്റൊക്കെ എഴുതിയിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മണി കിട്ടുന്ന ട്രേ ഓർത്ത് വെച്ചാൽ മതി. ആ ട്രേയുടെ കളർ അനുസരിച്ച് ഈ ഓരോ കൗണ്ടറിൽ ചെന്നാൽ മതി. അപ്പോൾ നമ്മുടെ പേരും നാളും വിളിച്ച് അവർ നമുക്ക് തരും കേട്ടോ. ഇത് ക്ഷേത്രക്കുളമാണ്. 5 കുളം മറ്റോ എന്തോ ഉണ്ട്. ഇവിടെ തിരുമുടി ഇരിക്കുന്ന സ്ഥലമാണ് ദേവിയുടെ. ഉത്സവം കഴിഞ്ഞ ആ ഒരു ശാന്തതയാണ് അവിടെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കടൽ കാണാനാണ്. ഞാൻ പറഞ്ഞില്ലേ, ക്ഷേത്രത്തിൻ്റെ തൊട്ട് ബാക്കിൽ കടലാണ് കേട്ടോ. കടലൊക്കെ കണ്ടു വന്നു. അതിന് ശേഷം ഒരു ചെറിയ ഒരു ഷോപ്പിംഗ് ഒക്കെ നടത്തി. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇങ്ങനെ സാധനങ്ങൾ വാങ്ങുന്നതിനോട്. പിന്നെ ചേച്ചിയുടെ മക്കൾക്ക് വാങ്ങണമായിരുന്നു, അങ്ങനെ കുറച്ച് ഐറ്റംസ് എടുത്തു. പിന്നെ അനിയത്ത് കുറച്ച് ജിമ്മിക്കാസ് കാര്യങ്ങളൊക്കെ എടുത്തു. ഞാൻ ഒരു സിന്ദൂര ചിപ്പ് എടുത്തു കേട്ടോ. നമുക്ക് നല്ല ചീപ്പ് റേറ്റിലൊക്കെ കുറേ സാധനങ്ങൾ വാങ്ങാൻ പറ്റും. കുറേ ഷോപ്പുണ്ട്. അവൾ ജിംകാസ് ഒരു 3-4 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ മോക്കൊരു മാല എടുത്തു. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ എടുത്തു. എൻ്റെ മെയിൻ ഫേവറേറ്റ് സാധനങ്ങളെത്തി. കിച്ചൺ ഐറ്റംസാണ് എനിക്ക് താല്പര്യം. അങ്ങനെ 100 രൂപയ്ക്ക് 4 ഗ്ലാസ്സോ മറ്റോ ആയിരുന്നു. നല്ലതായിട്ട് തോന്നി. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വള്ളത്തിൽ തിരിച്ചിങ്ങ് പോരുന്നു. ഓക്കെ.